ആലപ്പുഴ പുന്നമടയിൽ സ്പായിലെ ജീവനക്കാരി ബോട്ടിൽ നിന്ന് കായലിൽ വീണ് മരിച്ചു. തമിഴ്നാട് രാജപാളയം സ്വദേശി ശരണ്യയാണ് മരിച്ചത്. ബോട്ടിലുണ്ടായിരുന്ന 5 തമിഴ്നാട് സ്വദേശികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അസ്വാഭാവിക മരണത്തിന് ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഈ മരണത്തിൽ ചില സംശയങ്ങളും ദുരൂഹതകളും നിലനിൽക്കുന്നു. എന്താണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം? പ്രജിത്ത്, ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാവുന്നതിന് മുമ്പ് ഈ ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്യുന്ന ശർണയുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇത് തമിഴ്നാട് രാജപാളയം സ്വദേശിയാണ് ശരണ്യ രാമകൃഷ്ണൻ എന്ന 34-കാരി. ഇന്ന് പുലർച്ചെയാണ് ഇത് തിരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടത്. തുടർന്നാണ് ഇത് സംബന്ധിച്ച ദുരൂഹതകളും മറ്റു വിവരങ്ങളും പുറത്തു വരുന്നത്. 5 തമിഴ്നാട് സ്വദേശികൾക്കൊപ്പം ശരണ്യയും മറ്റൊരു ആന്ധ്ര സ്വദേശിനിയുമാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് അബദ്ധത്തിൽ ബോട്ടിൽ നിന്ന് വീണു എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റും പരിശോധന നടത്തുന്നുണ്ട്. ഇതുവരെയും മറ്റ് സംശയം ജനിപ്പിക്കത്തക്കതായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇത് രേഖകളില്ലാതെ അനധികൃതമായി സർവീസ് നടത്തുന്ന ഹൗസ് ബോട്ടാണ് എന്ന ആക്ഷേപവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇത് DYFI പ്രവർത്തകൻ കൂടിയായ നൌഫൽ എന്ന അപ്പുവിന്റെ ഉടമസ്ഥതയിലുള്ള ഹൗസ് ബോട്ടാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് സംബന്ധിച്ചും പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പ്രജിത്ത്.